തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവലോകനം ചെയ്യുമ്പോൾ നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള പൊതുബോധത്തെ മാറ്റിമറിക്കുന്ന ചില കണ്ടെത്തലുകളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കാറുണ്ട്. ഇത്തരത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വളരെ കൗതുകകരമായ ചില കണ്ടെത്തലുകളാണ് ഈ വീഡിയോയിൽ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നത്. നമുക്കറിയാം, പൊതുവിൽ കോട്ടയം, ഇടുക്കി ജില്ലകളാണ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ശക്തി കേന്ദ്രമെന്ന് വിലയിരുത്തപ്പെടാറുള്ളത്. മോൻസ് ജോസഫ് കോട്ടയത്ത് നിന്ന് MLA ആയതുകൊണ്ടും പാർട്ടി നേതാവും ചെയർമാനുമായ PJ ജോസഫ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്ന് MLA ആയതുകൊണ്ടുമാവാം ഇത്തരമൊരു പൊതുബോധം രൂപപ്പെട്ടു വരുന്നത്. ഏതൊക്കെയാണെങ്കിലും ഇടുക്കി ജില്ലയിലെ തൊടുപുഴ മുനിസിപ്പാലിറ്റി ജോസഫ് ഗ്രൂപ്പിന് 2 കൗൺസിലർമാരാണുള്ളത്. കോട്ടയം ജില്ലയിലെ പാലാ മുനിസിപ്പാലിറ്റിയിൽ ജോസഫ് ഗ്രൂപ്പിനുള്ളത് 3 കൗൺസിലർമാരാണ്. എന്നാൽ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല നഗരസഭയിൽ ജോസഫ് ഗ്രൂപ്പിന് ഈ വട്ടം വിജയിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് 8 കൗൺസിലർമാരെയാണ്. തിരുവല്ല നഗരസഭ UDF അധികാരത്തിലേക്ക് തിരികെ എത്തുമ്പോൾ അവിടെ കോൺഗ്രസും ജോസഫ് ഗ്രൂപ്പും 8 കൗൺസിലർമാരെ വീതം വിജയിപ്പിച്ചെടുത്ത് തുല്യശക്തികളായിട്ടുണ്ട്. മുസ്ലിം ലീഗിനും RSPക്കും അവിടെ ഓരോ കൗൺസിലർമാരെയും നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് തിരുവല്ല നഗരസഭയിൽ അവർക്ക് വലിയൊരു അവസരം ലഭിക്കുക കൂടിയാണ് ഇത്തവണ എന്നും പറയേണ്ടിയിരിക്കുന്നു. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് പാലാ നഗരസഭയിൽ അവരുടെ ചെയർമാനെ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ചെയർമാൻ സ്ഥാനം നിലനിർത്തുവാൻ കഴിഞ്ഞു. ജോസഫ് ഗ്രൂപ്പിന് കേരളത്തിൽ എവിടെയും അത്തരത്തിലൊരു ചെയർമാൻ പദവി ഒരു മുനിസിപ്പാലിറ്റിയിലും ലഭിച്ചിരുന്നില്ല. എന്നാൽ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ മാണി ഗ്രൂപ്പിന് ചെയർമാൻ സ്ഥാനം നഗരസഭയിൽ നഷ്ടപ്പെടുകയും ജോസഫ് ഗ്രൂപ്പിന് ഇത്തവണ തിരുവല്ലയിൽ ചെയർമാൻ സ്ഥാനം ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. തിരുവല്ല നഗരസഭയിൽ നഗരസഭാ അധ്യക്ഷ സ്ഥാനം പിന്നോക്ക സംവരണമാണ്. ഇവിടെ ജോസഫ് ഗ്രൂപ്പും കോൺഗ്രസും തുല്യശക്തികളാണെങ്കിൽ കൂടിയും കോൺഗ്രസിൽ നിന്ന് ഈ സംവരണ വിഭാഗത്തിൽപ്പെട്ട ആരും വിജയിച്ചു വന്നിട്ടില്ല. അതിനാൽ തന്നെ ജോസഫ് ഗ്രൂപ്പിൽ നിന്നുള്ള സംവരണ വിഭാഗത്തിൽപ്പെട്ട ഏക ജനപ്രതിനിധിക്കായിരിക്കും തിരുവല്ല നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുവാനുള്ള ഭാഗ്യം ലഭിക്കുക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിലയിരുത്തൽ. ഇതുമാത്രമല്ല, ജോസഫ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്തനംതിട്ടയുടെ ഖ്യാതി എന്നുകൂടി ഈ ഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലാണെന്നുള്ളതാണ് വസ്തുത. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിലെ 2 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലാണ് അവർ മത്സരത്തിനിറങ്ങിയത്. ഈ 2 ഡിവിഷനുകളിലും അവർ നേരിട്ട് ഏറ്റുമുട്ടിയത് ഇടതുമുന്നണിയിൽ നിന്ന് മത്സരിച്ചിട്ടുള്ള മാണി ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളോടാണ്. ഇവിടെ തിരുവല്ല പുളിക്കീഴ് ഡിവിഷനിൽ നിന്ന് ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായ സാം ഈപ്പനും റാന്നി ഡിവിഷനിൽ നിന്ന് ജൂലി ഓലിക്കലുമാണ് ജോസഫ് ഗ്രൂപ്പിന് വേണ്ടി വിജയിച്ചു കയറിയത്. അതായത് ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ മത്സരിച്ച സീറ്റുകളും വിജയിച്ച സീറ്റുകളുടെയും കണക്കെടുക്കുമ്പോൾ ജോസഫ് ഗ്രൂപ്പിന് 100% സ്ട്രൈക്ക് റേറ്റ് ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ തിരുവല്ല നഗരസഭയിലും 8 സീറ്റുകൾ അവർ വിജയിച്ചപ്പോൾ അവർ കേവലം 12 സീറ്റുകളിൽ മാത്രമാണ് മത്സരത്തിനിറങ്ങിയത്. തിരുവല്ലയെ കൂടാതെ ജില്ലയിലെ മറ്റൊരു നഗരസഭയായ അടൂരിലും 3 സീറ്റുകളിൽ മത്സരിച്ച ജോസഫ് ഗ്രൂപ്പിന് 2 സീറ്റുകളിൽ നിന്ന് കൗൺസിലർമാരെ വിജയിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതും ഇവർക്ക് അടൂർ നഗരസഭയിലും മികച്ച സ്ട്രൈക്ക് റേറ്റ് സമ്മാനിക്കുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിലാകമാനം 5 ബ്ലോക്ക് ഡിവിഷനുകളിലും 30ഓളം ഗ്രാമപഞ്ചായത്ത് സീറ്റുകൾ വിജയിക്കുവാനും ജോസഫ് ഗ്രൂപ്പിന് സാധിച്ചിട്ടുണ്ട്. മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും 88 സീറ്റുകൾ വീതമാണ് പത്തനംതിട്ട ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ മത്സരിച്ചത്. ഇതിൽ ജോസഫ് ഗ്രൂപ്പ് 45 സീറ്റുകൾ നേടി വിജയിച്ചപ്പോൾ മാണി ഗ്രൂപ്പ് കേവലം 20 സീറ്റുകളിലേക്ക് ചുരുങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പത്തനംതിട്ട ജില്ലയിലെ ജോസഫ് മാണി ഗ്രൂപ്പുകളുടെ തദ്ദേശ സീറ്റുകളുടെ എണ്ണം നോക്കിയാൽ മാണി ഗ്രൂപ്പിനേക്കാൾ 20ലധികം സീറ്റുകൾ അല്ലെങ്കിൽ ഇരട്ടിയിലധികം സീറ്റുകൾ നേടുവാനും ജോസഫ് ഗ്രൂപ്പിന് സാധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവല്ല നഗരസഭയിലടക്കം മികച്ച പ്രകടനം കാഴ്ചവെച്ച ജോസഫ് ഗ്രൂപ്പിന് തിരുവല്ല നിയമസഭാ സീറ്റ് പിടിച്ചെടുക്കുവാൻ കഴിയുമെന്ന വിലയിരുത്തലുമുണ്ട്. തിരുവല്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 3 ടേമുകളിലായി അവിടെ നിന്ന് വിജയിച്ചു വരുന്നത് മുൻ മന്ത്രി കൂടിയായ ജനതാദൾ നേതാവ് മാത്യു ടി തോമസ് ആണ്. എന്നാൽ മാത്യു ടി തോമസ് ഇന്ന് തിരുവല്ലയിൽ ഒരു സ്ഥിരതാമസക്കാരൻ പോലുമല്ല എന്ന വസ്തുതയാണ് രാഷ്ട്രീയ എതിരാളികൾ ഉയർത്തിക്കാട്ടുന്നത്. മറുഭാഗത്ത് ജോസഫ് ഗ്രൂപ്പിന് വേണ്ടി ഇത്തവണ തിരുവല്ല സീറ്റിൽ UDFനായി മത്സരത്തിനിറങ്ങുക അവരുടെ ജില്ലാ അധ്യക്ഷനും പത്തനംതിട്ട ജില്ലാ UDF ചെയർമാനുമായ അഡ്വക്കേറ്റ് വർഗീസ് മാമനാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ 2 ആളുകളും മർത്തോമ സമുദായത്തിൻ്റെ പ്രതിനിധികളാണ്.
ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് കഴിഞ്ഞ വട്ടവും അവർ പരാജയപ്പെട്ടു പോയൊരു മണ്ഡലമാണ് തിരുവല്ല. എന്നാൽ വർഗീസ് മാമൻ്റെ സാന്നിധ്യം അവർക്ക് ഏറെക്കുറെ ഈ ഘട്ടത്തിൽ UDFിൻ്റെ തരംഗം കൂടിയുണ്ടെങ്കിൽ വിജയം ഉറപ്പാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്യു ടി തോമസിനെ സംബന്ധിച്ച് മർത്തോമ സമുദായത്തിൽ അദ്ദേഹത്തിന് നിർണായക സ്വാധീനം നൽകുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് വൈദികനായിരുന്നു എന്ന വസ്തുതയാണെങ്കിൽ ഇതേ അഡ്വാൻറ്റേജ് തന്നെയാണ് വർഗീസ് മാമനെ സംബന്ധിച്ചുമുള്ളത്. വർഗീസ് മാമനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പിതാവും അദ്ദേഹത്തിൻ്റെ സഹോദരനും അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവും മർത്തോമ സഭയിലെ പ്രമുഖ വൈദികരാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ പലപ്പോഴും UDF സ്ഥാനാർത്ഥികളായി കേരള കോൺഗ്രസ് നോമിനികൾ തിരുവല്ല സീറ്റിലെത്തുമ്പോൾ അവരുടെ പരാജയത്തിന് വഴിവെക്കുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ PJ കുര്യന് അവരോടുള്ള വിമുഖതയാണ് എന്ന ആക്ഷേപങ്ങളും പല ഘട്ടത്തിലും ഉയർന്നു വരാറുണ്ട്. എന്നാൽ വർഗീസ് മാമൻ മുതിർന്ന നേതാവായ PJ കുര്യനോട് ഏറെ അടുപ്പം പുലർത്തുന്ന ഒരു കേരള കോൺഗ്രസ് നേതാവാണ് എന്ന വസ്തുതയും നമുക്ക് മുന്നിലുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ തിരുവല്ല സീറ്റിൽ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിനുള്ള സാധ്യതയും ഒരുങ്ങുന്നു എന്ന യാഥാർത്ഥ്യവും നമുക്ക് മുന്നിലുണ്ട്. തിരുവല്ല നഗരസഭയിൽ 7 സീറ്റുകൾ നേടി BJP അവരുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. തിരുവല്ലയെ സംബന്ധിച്ച് BJPയുടെ അവിടുത്തെ രാഷ്ട്രീയ മുഖമെന്ന് പറയുന്നത് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അനൂപ് ആൻ്റണിയാണ്. തീർച്ചയായും അനൂപ് ആൻ്റണിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനങ്ങൾ തന്നെയാണ് തിരുവല്ലയിലും പത്തനംതിട്ട ജില്ലയിലും അവരുടെ സ്ഥിതി ഇത്തവണ അല്പം മെച്ചമാക്കി തീർത്തത് എന്ന വസ്തുതയും നാം കണക്കിലെടുക്കേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ മാത്യു ടി തോമസിനെ പോലെ ജനങ്ങൾ മടുത്ത ഒരു മുഖം കൂടി ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരത്തിനിറങ്ങുമ്പോൾ അവർ ദേശീയ തലത്തിൽ NDA സഖ്യത്തിനൊപ്പം നിലനിൽക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗമായി കേരളത്തിൽ LDFിനൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഒരുപക്ഷെ LDF സ്ഥാനാർത്ഥി സിറ്റിംഗ് MLA മാത്യു ടി തോമസ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുവാനുള്ള സാധ്യതകളും ചില രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നുണ്ട്. എന്തു സംഭവിച്ചാലും UDFിനെ സംബന്ധിച്ച് ഇത്തവണ തിരുവല്ല തിരിച്ചു പിടിക്കേണ്ടത് ഒരു അനിവാര്യതയാണ്. ഈ സാഹചര്യത്തിൽ ജില്ലയിൽ UDFിന് മികച്ച നേതൃത്വം നൽകിയ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സാരഥിയായ അവരുടെ ജില്ലാ അധ്യക്ഷനായ വർഗീസ് മാമനെ കളത്തിലിറക്കിയാൽ തിരുവല്ല സേഫാക്കാം എന്ന പ്രതീക്ഷ തന്നെയാണ് ഈ കേന്ദ്രങ്ങൾ വെച്ചു പുലർത്തുന്നത്. ഏതൊക്കെയാണെങ്കിലും കേരളത്തിൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ ശക്തി വിലയിരുത്തുമ്പോൾ അവർക്ക് സ്വന്തം തട്ടകങ്ങളായ കോട്ടയത്തേക്കാളും ഇടുക്കിയേക്കാളും മികച്ച സ്ട്രൈക്ക് റേറ്റ് പത്തനംതിട്ടയിലുണ്ട് എന്നത് ഒരു രാഷ്ട്രീയ കൗതുകമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകർക്കും അത് അങ്ങനെ തന്നെയാകും എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കണക്കുകൾ നിങ്ങൾക്കായി പങ്കുവച്ചിട്ടുള്ളത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് മാണി ഗ്രൂപ്പിനേക്കാൾ വലിയ ഒരു കേരള കോൺഗ്രസ് ആയി മാറുക എന്നത് അവരുടെ പരമപ്രധാനമായ ഒരു ലക്ഷ്യമാണ്. ജോസഫ് ഗ്രൂപ്പിന് നിലവിൽ 2 MLAമാരാണുള്ളത്, മാണി ഗ്രൂപ്പിന് 5 MLAമാരാണുള്ളത്. എന്നാൽ ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലുമെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാണി ഗ്രൂപ്പിനേക്കാൾ മിന്നും പ്രകടനം കാഴ്ചവെക്കുവാൻ ജോസഫ് ഗ്രൂപ്പിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലോക്സഭയിലും ഇപ്പോൾ മാണി ഗ്രൂപ്പിന് ജനപ്രതിനിധി ഇല്ലാതായിരിക്കുന്ന സാഹചര്യത്തിൽ ജോസഫ് ഗ്രൂപ്പിന് കോട്ടയത്തുനിന്ന് ഫ്രാൻസിസ് ജോർജ് തങ്ങളുടെ പ്രതിനിധിയായിട്ടുണ്ടെന്നുള്ളത് മേൽക്കൈ നൽകുന്ന ഘടകമാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാൽ മാണി ഗ്രൂപ്പിന് നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണം 0ലേക്കോ 1ലേക്കോ ചുരുങ്ങുവാനുള്ള സാധ്യതയും ജോസഫ് ഗ്രൂപ്പിന് അവർക്ക് മത്സരിക്കുവാൻ ലഭിക്കുന്ന 8ഓ 10ഓ സീറ്റുകളിൽ നിന്ന് 6ലധികം പേരെ വിജയിപ്പിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യവുമാണ് നിലകൊള്ളുന്നത്. അങ്ങനെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി പൂർത്തിയാകുന്നതോടെ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ശക്തമായ കേരള കോൺഗ്രസ് ഘടകമായി മാറുവാനും ജോസഫ് ഗ്രൂപ്പിന് അവസരമൊരുങ്ങുകയാണ് എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം കൂടി ഈ ഘട്ടത്തിൽ നാം വിലയിരുത്തേണ്ടതുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സിറ്റിംഗ് സീറ്റുകളായ തൊടുപുഴയ്ക്കും കടുത്തുരുത്തിക്കും പുറമേ ചങ്ങനാശ്ശേരിയും കുട്ടനാടും തിരുവല്ലയും ലഭിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. മുൻപ് തോമസ് ഉണ്ണിയാടൻ പ്രതിനിധീകരിച്ചിരുന്ന ഇരിങ്ങാലക്കുട സീറ്റ് മറ്റേതെങ്കിലും സീറ്റ് നൽകി കോൺഗ്രസ് ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ആലോചനകൾ നടക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ കാഞ്ഞിരപ്പള്ളി സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് വിട്ടുകൊടുക്കുവാനുള്ള സാധ്യതകളെക്കുറിച്ചും നേരത്തെ തന്നെ UDF ക്യാമ്പുകളിൽ ചർച്ചകൾ നടന്നിരുന്നു. സമാനമായി ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറം കഴിഞ്ഞ വട്ടം മത്സരിച്ച് പരാജയപ്പെട്ട കോതമംഗലം സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായ പെരുമ്പാവൂർ സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് വിട്ടു നൽകുവാനുള്ള സാധ്യതകളും സജീവമാണ്. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയെ കൂടാതെ ജോസഫ് ഗ്രൂപ്പ് ഇടുക്കി സീറ്റിൽ മത്സരത്തിനിറങ്ങുവാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിലെ ഒരു വിഭാഗം ഈ സീറ്റ് നിർബന്ധമായും കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സമാനമായി കോട്ടയം ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ സീറ്റ് ഇത്തവണ ജോസഫ് വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നും അവിടെ DCC അധ്യക്ഷനായ നാട്ടകം സുരേഷ് സ്ഥാനാർത്ഥിയാകുമെന്നും അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്.
ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ ചിന്തകൾക്കും വിശദാംശങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.